ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ ബാച്ചിൽ ചേർന്ന് അടിപൊളിയായിട്ട് തന്നെ എത്രയോ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം റെഡി? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. മസ്ക ഡൊമസ്റ്റിക്ക ഇസ് ദി ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് ഹൗസ് ഫ്ലൈ അല്ലെ. ഹൗസ് ഫ്ലൈയുടെ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, അതായത് പേരാണ് നമ്മുടെ മസ്ക ഡൊമസ്റ്റിക്ക. ഐഡൻറ്റിഫൈ ദ ജെനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇതിൻ്റെ ജെനറിക് നെയിം ഏതാണ്? അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ജെനറിക് നെയിം എന്ന് പറയുന്നത് മസ്ക ഡൊമസ്റ്റിക്ക അവർ തന്നിട്ടുണ്ട് അല്ലേ, മസ്ക ഡൊമസ്റ്റിക്ക. അപ്പോൾ ജെനറിക് നെയിം ഏതാണ്? ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് നമ്മുടെ ജെനറിക് നെയിം അല്ലേ. അപ്പം മസ്കയാണ് ഇതിലെ ജെനറിക് നെയിം. ആൻഡ് ഇതിലെ സ്പെസിഫിക് എപ്പിത്തറ്റ് ഏതാ മക്കളെ? സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കയാണ്. ഓക്കെ, ഡൊമസ്റ്റിക്ക. റെഡി? ഇനി മെൻഷൻ ദ ഫൈലം ആൻഡ് ക്ലാസ്. ഏതാണ് ഫൈലം എന്ന് പറയുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡയാണ്. ഇൻസെക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർത്രോപോഡയാണ്. ആൻഡ് ഇൻസെക്റ്റ് അല്ലേ, അപ്പോൾ ഫൈലം നമുക്ക് കിട്ടി ആർത്രോപോഡ. ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഇൻസെക്റ്റാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റുള്ള ഒരു ടേബിളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ കൺവീനിയൻറ്റ് കാറ്റഗറി ആക്കിയിട്ട് നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ആൻഡ് കാറ്റഗറി എന്ന് പറയുന്ന ടേമിൻ്റെ സയൻറ്റിഫിക് ടേമാണ് ടാക്സ. ടാക്സ പ്ലൂറലാണ് അല്ലേ. ടാക്സ ഇസ് പ്ലൂറൽ. അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് ടാക്സൺ. ഇതെല്ലാം തന്നെ സ്പീഷീസ് ആയാലും ജീനസ് ആയാലും എല്ലാം ടാക്സയാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ടാക്സൺ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടേഴ്സ് ആർക്കാണ് ഉണ്ടാവുക? നോക്കിയേ മക്കളെ, നമ്മൾ അപ്പോൾ വേഗം തന്നെ നമ്മുടെ കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് ഈ ഒരു കോഡിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതി വെക്കാം. ആൻഡ് ഇത് നമുക്കറിയാം ഡിസെൻഡിങ് ഓർഡർ ആണ്. ആൻഡ് ദിസ് വൺ ഇസ് എസെൻഡിങ് ഓർഡർ. അപ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇങ്ങനെ താഴോട്ടേക്ക് വരുമ്പോഴാണ് അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഫൈലത്തിൽ ഒരിക്കലും കോമൺ ക്യാരക്ടർ കൂടുതലായിരിക്കില്ല, ക്ലാസ്സിൽ ഒരിക്കലും കൂടുതലായിരിക്കില്ല, ഓർഡറിൽ ഒരിക്കലും കൂടുതലായിരിക്കില്ല. ഇതേ ഇരിക്കുന്നു സ്പീഷീസ് ഓർ ജീനസ്. സ്പീഷീസ് ഉണ്ടെങ്കിൽ സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടേഴ്സ്. ജീനസ് ഉണ്ടെങ്കിൽ ജീനസിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടേഴ്സ്. ദെൻ കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇത് നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാം? ICBN ICZN അല്ലേ. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടേ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇൻ്റർനാഷണൽ ആണ്. ഇൻ്റർനാഷണൽ കോഡാണ്. കോഡ്. ബൊട്ടാണിക്കൽ ആണെങ്കിൽ ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. B for ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, അടുത്തതാണെങ്കിൽ എന്താ മക്കളെ വ്യത്യാസം? അടുത്തതാണെങ്കിൽ സെയിം ആണ്. വ്യത്യാസം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. മിസ് എന്ത് ചെയ്യുകയാണെങ്കിൽ സെയിം സാധനം ഇങ്ങനെ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ആ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റുന്നു. എന്തൊക്കെയാണ് മാറ്റുന്നത്? സുവോളജിക്കൽ പാർക്കിലേക്ക് വരുമ്പോൾ ഓഫ് സുവോളജിക്കൽ, പാർക്കല്ല സുവോളജിക്കൽ. Z for സുവോളജിക്കൽ ആണ്. ഓക്കെ, അപ്പം ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫും ഫോറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്. റെഡി? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ഇസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി റിട്ടൺ നെയിം. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്തായാലും ശരിയല്ല, കാരണം നമ്മുടെ സ്പീഷീസ് നെയിം ഒരിക്കലും ക്യാപിറ്റലിൽ വരില്ല. ആൻഡ് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ നമ്മുടെ മാഞ്ചിഫെറയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. അത് പിന്നെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് നമുക്ക് കരുതാം. എന്നാലും നമുക്കിത് പ്രിൻറ്റഡ് ആയതുകൊണ്ട് ശരിക്കും ഇറ്റാലിക്സിൽ വരണം അല്ലേ. പ്രിൻറ്റഡ് ആണെങ്കിൽ എന്താണ്? ഇതാണ് കുറച്ചുകൂടി കറക്റ്റ് ഉള്ളത്. പക്ഷേ പ്രിൻറ്റഡ് ആണെങ്കിൽ ഇറ്റാലിക്സിലാണ് വേണ്ടത്. അപ്പോൾ മിസ് ഇത് കുറച്ചുകൂടി കറക്റ്റ് ആക്കിയിട്ട് എഴുതുകയാണ്. അപ്പോൾ മിസ് എഴുതുമ്പോൾ ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് മാഞ്ചിഫെറ ഇൻഡിക്ക
എന്ത് ചെയ്യുന്നു? അണ്ടർലൈൻ ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അവർ ഉദ്ദേശിച്ചത് ഇവിടെ ക്യാപിറ്റൽ വരില്ല എന്നുള്ളതാണ് അവർ തെറ്റായിട്ട് ഉദ്ദേശിച്ചത് ഈ ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. ഇങ്ങനെ ഒരു ഓർഗാനിസത്തിന് 2 കോമ്പണൻസ് ഉള്ള പേര് കൊടുക്കാം എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആരാണ്? യെസ്, നമ്മുടെ സ്വന്തം കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. ഓക്കെ, ദെൻ വിച്ച് among the following represent character sequence? ഈ ചാപ്റ്ററിന് 1 മാർക്കിനുള്ള ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് ആണല്ലേ. അപ്പോൾ ഇത് വരില്ല. കീപ് പോട്ടാണ്. അപ്പോൾ ആദ്യം ഫൈലം അല്ല, ഇവിടെ കിങ്ഡം വരില്ല. കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. പക്ഷേ ഇത് ഇവരിങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ആരോ മാർക്കിന് ചെറിയ പ്രശ്നമുണ്ടോ? കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അപ്പോൾ ഓർഡർ ഇത് ശരിയാണ്, പക്ഷേ ആരോ മാർക്കിന് ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ എല്ലാത്തിലും ആ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കീപ്, ഓക്കെ, ഇത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അല്ലേ? അല്ല, അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ കറക്റ്റാണ് അല്ലേ? ദേ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. മിസ് ഇത് ഡിസെൻഡിങ് ആണെന്ന് കരുതി പറഞ്ഞതാ. അസെൻഡിങ് ഓർഡറിലാണ് അവരിപ്പോൾ തന്നിരിക്കുന്നത്, കറക്റ്റാണ്. ഓക്കെ, കീപ് ഓർ ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ദെൻ what are the basic processes in taxonomy? ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഗാനിസംസിനെ ഡിഫറെൻറ്റ് ടാക്സയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമിയുടെ ബേസിക് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് പറയേണ്ടി വരും? ക്യാരക്ടറൈസേഷൻ. ദെൻ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ? ക്യാരക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ and nomenclature. ഇതാണ് ബേസിക് പ്രോസസ്സസ് ഇൻ ടാക്സോണമി. ഇങ്ങനെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. NCERTയിൽ ഇങ്ങനെ തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ബേസിക് പ്രോസസ്സസ് ഇൻ ടാക്സോണമി. വാട്ട് ഈസ് ദി കറക്റ്റ് വേ ടു റൈറ്റ് എ സയൻറ്റിഫിക് നെയിം? ഇല്ലസ്ട്രേറ്റ് വിത്ത് എൻ എക്സാമ്പിൾ. എങ്ങനെയാണ് നമ്മളൊരു സയൻറ്റിഫിക് നെയിം കറക്റ്റായിട്ട് എഴുതുക? ഒരു എക്സാമ്പിൾ സഹിതം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആരെടുക്കാം? നമ്മുടെ മനുഷ്യനെ എടുക്കാം അല്ലെ? ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം എൻ്റെ മക്കൾക്ക് അറിയാം, ഹോമോസാപ്പിയൻസ് ആണ് അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ശരിക്കും എഴുതുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതും? ജീനസ് നെയിമും ഉണ്ടാവണം, സ്പീഷീസ് നെയിമും ഉണ്ടാവണം. ജീനസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ. റെഡി? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണം അതായി, 2 കോമ്പണൻസ് ആയി. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. റെഡി? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ICZN സ്റ്റാൻഡ്സ് ഫോർ. ICZN നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൗൺസിൽ അല്ല, ഇന്ത്യൻ അല്ല അല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ കോഡ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? നമ്മുടെ കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതുക? കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. മിസ് എന്തിനാ ഇങ്ങനെ എഴുതി പറഞ്ഞാൽ ബാക്കി എഴുതാനുള്ള സ്ഥലത്തിനാണേ. അപ്പോൾ ആദ്യം കിങ്ഡം ഡിസെൻഡിങ് ഓർഡർ ആണ്. ദെൻ കംസ് ഫൈലം. ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്, പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ. അതുകൂടി മെൻഷൻ ചെയ്യാം കേട്ടോ. ഫൈലം തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ ടാക്സോണമിക് കാറ്റഗറിയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഡിവിഷനാണ് പറയാം. ഓക്കെ, ദെൻ കംസ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് നമ്മളുടെ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി ബിറ്റ്വീൻ ജീനസ് ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് ആ ഒരു സെൻറ്റൻസ് എഴുതാം. ഇനി സെൻറ്റൻസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേം നമ്മൾ സെൻറ്റൻസ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ടേംസ് എഴുതിയാലും മതി. ആൻ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി ബിറ്റ്വീൻ ജീനസ് ആൻഡ് ഓർഡർ. അപ്പോൾ ജീനസിൻ്റെയും ഓർഡറിൻ്റെയും ഇടയിലുള്ള കാറ്റഗറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നു, ഇറ്റ് ഈസ് ഫാമിലി. എൻ്റെ മക്കളെ സിമ്പിളായിട്ട്, അല്ലാതെ നമുക്ക് ഈ കോഡൊന്നും ഇല്ലാതെ നമ്മൾ ആലോചിക്കുമ്പോൾ ഏതായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടാണോ ഓർഡർ കഴിഞ്ഞിട്ടാണോ ഫാമിലി കഴിഞ്ഞിട്ട് ഫൈലാണോ, ഫുൾ കൺഫ്യൂഷനാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം.
പാന്തറ ലിയോ ഐഡൻറ്റിഫൈ ദ നെയിമിംഗ് സിസ്റ്റം യൂസ്. ഇവിടെ ഉപയോഗിച്ച ആ നെയിമിംഗ് സിസ്റ്റം എന്താ മക്കളെ? പാന്തറ ലിയോ. നമുക്കറിയാം നമ്മുടെ ലയണിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തറ ലിയോ അല്ലേ. ഏത് നെയിമിംഗ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്തത്, വാട്ട് ഡു ദ ടു ടേംസ് ഇൻഡിക്കേറ്റ്? ഇവിടെ കാണിച്ചിരിക്കുന്ന ആ രണ്ട് ടേംസ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം പാന്തറ എന്ന് പറയുന്നത് എന്താണ്? ജീനസ് നെയിമാണ്. പാന്തറ ഇസ് ദി ജീനസ് നെയിം ആൻഡ് ലിയോ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു സെൻറ്റൻസിലൂടെ ചോദിച്ചത്. ദെൻ കംസ് ഒരു ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ വലുതായത് കണ്ട് പേടിക്കേണ്ട, ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ABCD ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബയോസിസ്റ്റമാറ്റിക്സ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ബയോസിസ്റ്റമാറ്റിക്സ് എയിം ചെയ്യുന്നത് എന്താണ്? ഓക്കെ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ബ്രോഡ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഒരിക്കലും അല്ല അല്ലേ. മോർഫോളജിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ല ബയോസിസ്റ്റമാറ്റിക്സ്. ഡെലിമിറ്റിംഗ് വേരിയസ് ടാക്സ് ഓഫ് ഓർഗാനിസം ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് their relationship, classification of organism based on their evolutionary history and establishing their phylogeny on the totality of various parameters from all fields of study, identification arrangement of organism on the basis of their cytological characters. Cytological എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ആണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമ, അതിൻ്റെ സെൽ സ്ട്രക്ചറിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണോ ബയോസിസ്റ്റമാറ്റിക്സ്? അല്ല. ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുകൂടെ വരും? നമ്മളവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെ, ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദിയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടി കൺസിഡർ ചെയ്യുന്നതാണ് ബയോസിസ്റ്റമാറ്റിക്സ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് വരിക. അപ്പോൾ അതെല്ലാം എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സ്റ്റഡീസ് 10ാം ക്ലാസ് പോലെ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിലും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക, ഉഴപ്പാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് താല്പര്യം എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ എക്സാമിനർ ഇപ്പോൾ ഓഫ്ലൈനായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഓൺലൈൻ ബാച്ചായിട്ടുള്ള നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വിത്ത് നോട്ട്സ് അല്ലേ ഞങ്ങളെല്ലാവരും എഴുതുന്ന നോട്ട്സ് ആയാലും സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ക്ലാസ്സുകളായാലും റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ടെസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളോട് കൂടി തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ നീറ്റ് ആൻഡ് കീം നോക്കുകയാണെങ്കിൽ മിസ് പറയണ്ടല്ലോ, എല്ലാം ഉള്ളൊരു ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. താല്പര്യമുള്ളവർക്ക് ഏതിലേക്കാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെങ്കിൽ മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ സെഷൻ യൂസ്ഫുൾ ആയെങ്കിൽ അതും മിസ്സിനെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.